വെളിച്ചെണ്ണയ്ക്ക് വില കൂടുമ്പോൾ സ്വാഭാവികമായും നാളികേരത്തിനും വില കൂടും. പക്ഷേ ആ ഗുണം കർഷകർക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് വെളിച്ചെണ്ണയ്ക്ക് നല്ല വില കൂടിയിട്ടുണ്ട്. അതിൻ്റെ ഗുണം കർഷകർക്കുണ്ടോ? അത് തേങ്ങ വന്നിട്ട് മറ്റേ തേങ്ങയ്ക്ക് വില കൂടി കിട്ടുമ്പോൾ കർഷകന് ഗുണം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ കാരണം വന്നിട്ട് തെങ്ങിൽ വന്നിട്ട് രോഗങ്ങൾ ബാധിച്ചത് കൊണ്ട് തേങ്ങയുടെ എണ്ണം കുറവായത് കൊണ്ടാണ് ഈ വിലക്കയറ്റം. തേങ്ങയ്ക്ക് എത്രത്തോളം വിലയുണ്ട് കഴിഞ്ഞ 2-3 വർഷത്തിനും? ഒരു കിലോ വന്നിട്ട് ഇപ്പോൾ വിൽക്കുന്നത് വന്നിട്ട് 70 രൂപ വരെ വിൽക്കുന്നുണ്ട്. ഒരു 2 തേങ്ങ 1 കിലോ വരും, അല്ലെങ്കിൽ 3 തേങ്ങ 1 കിലോ വരും. അതുപോലുള്ളത് ഒരു 300 ഗ്രാം തൊട്ട് 500 ഗ്രാം വരെ സാധാരണ കിട്ടും. ഇപ്പം എന്താ രോഗം ബാധിച്ചത് കൊണ്ട് ഒരു 600 ഗ്രാം കിട്ടിക്കൊണ്ടിരുന്ന തേങ്ങ ഇപ്പോൾ ഒരു 450 ഗ്രാം 500 ഗ്രാമേ കിട്ടുന്നുണ്ട്. അത്രയ്ക്ക് വന്നിട്ട് ഇടയും കുറഞ്ഞു, വിളവും കുറഞ്ഞു. ഇപ്പോൾ വില കൂടിയെങ്കിലും നമുക്ക് നഷ്ടമില്ലാതെ പോകുന്നത് മാത്രമല്ലേ? വില കൂടിയത് കൊണ്ട് മറ്റേ എണ്ണം കുറവായിട്ടുണ്ടെങ്കിലും വില കൂടിയത് കൊണ്ട് ഒരു മേക്കപ്പ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പം എന്താ തെങ്ങിന് വന്ന എന്താ അസുഖം? തെങ്ങിന് മഞ്ഞൊളിച്ചൽ, കൂമ്പ് കറികൾ, ഇതാണ് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. മണ്ടരി വന്നിട്ട് മറ്റേ തേങ്ങയിൽ ഒരു ചെറി പിടിച്ച പോലെ ഉണ്ടാകും, അത് മാത്രമേ ഉണ്ടായിരുന്നു. ഇത് കംപ്ലീറ്റ് മരമേ പെട്ടു പോകുന്ന സാഹചര്യമാണ്. കൃഷിഭവൻ എന്തെങ്കിലും മരുന്നുകൾ നിർദ്ദേശിക്കുന്നുണ്ട്? ഒന്നും കൊടുത്തിട്ടില്ല, ഇതുവരെ ഒന്നും കൊടുത്തിട്ടില്ല. അവർ മറ്റേ ഇതിനെക്കുറിച്ച് ആലോചിച്ച് പഠനങ്ങൾ നടത്തിയിട്ടും ഒന്നും ചെയ്യാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ അതിർത്തിയിലാണ് ധാരാളം കള്ള് ചെത്താനും തെങ്ങുകൾ കൊടുക്കുന്നത്. ഇപ്പോൾ അതുണ്ടോ? നേരത്തെ നല്ല രീതിയിൽ മറ്റേ ശരിക്കും പറഞ്ഞാൽ ഈ മൂലത്തുറ വില്ലേജ് വന്നിട്ട് കള്ളിൻ്റെ മേഖലയായിരുന്നു. ഇപ്പോൾ ഇവിടെ വന്നിട്ട് ആരും ചെത്തുന്നില്ല. എല്ലാവരും വന്നിട്ട് മറ്റേ എരുത്തേൻപതി, വടകരപ്പതി ആ ഭാഗങ്ങളിൽ പോകാൻ തുടങ്ങി. ഇപ്പോൾ വന്നിട്ട് ഇവിടുത്തെ തെങ്ങുകൾ രോഗങ്ങൾ കൂടുതൽ ബാധിച്ചത് കൊണ്ട് ഇപ്പോൾ ഈ സ്ഥലം വിട്ടിട്ട് വേറെ ഭാഗങ്ങൾക്ക് പോകാൻ തുടങ്ങി. എൻ്റെ തോട്ടത്തിൽ തന്നെ 1000 തെങ്ങിൽ വന്നിട്ട് ഒരു 100 തെങ്ങ് ചെത്താൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. നേരത്തെ എത്ര തെങ്ങ് ചെത്തിയിട്ടുണ്ടായിരുന്നു? നേരത്തെ 450-500 തെങ്ങ് ചെത്തിക്കൊണ്ടുവന്നതാണ്. ഇപ്പോൾ കർഷകർക്ക് ഈ വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയപ്പോൾ അതിൻ്റെ ഗുണമുണ്ട്. പക്ഷെ അത് ഉൽപ്പാദനം കുറഞ്ഞതോടെ ഭീകരമായിരിക്കും. മാത്രമല്ല ഈ മേഖലയിൽ കള്ള് ചെത്തും ഇല്ലാതാവുന്നു. മണ്ടരയേക്കാൾ രൂക്ഷമായ ഒരു അസുഖമാണ് ഇപ്പോൾ തെങ്ങിനെ ബാധിച്ചിരിക്കുന്നതെന്നാണ്. അൽഘോഷിനൊപ്പം ജി പ്രസാദ് കുമാർ, മാതൃഭൂമി.